അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് എക്സ്പെരിമെൻ്റ് ആണ്. ചെടിയുടെ ഹൈറ്റ്, അതിൻ്റെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, ടോളും ഡ്വാർഫും. ടോൾ എന്ന് പറയുന്നത് ഡോമിനൻറ്റ് ക്യാരക്ടറും ഡ്വാർഫ് എന്ന് പറയുന്നത് അതിൻ്റെ റിസസീവ് ക്യാരക്ടർ. അപ്പോൾ ആ രണ്ട് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് പാരൻസിൽ നിന്നും യങ് വൺസിലേക്ക്, അതായത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നതെന്ന്, അതിൻ്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് വരുന്നത്, ഈ ഡോമിനൻറ്റ് ക്യാരക്ടറും റിസസീവ് ക്യാരക്ടറും എങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് തൊട്ടടുത്തതിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ സ്റ്റെപ്സ് ഫസ്റ്റ് ക്രോസ് പോളിനേഷൻ ആയിരുന്നു. ഉയരം കൂടിയ ചെടിയും ഉയരം കുറഞ്ഞ ചെടിയും തമ്മിൽ ക്രോസ് പോളിനേഷൻ നടത്തി കിട്ടിയ പ്രോജനികളാണ് F1. അതെല്ലാം ഉയരം കൂടിയ ചെടികളായിരുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നു അതിൻ്റെ ജീനോടൈപ്പ്. അതിന് സെൽഫ് പോളിനേഷൻ നടത്തി നമുക്ക് F2 സെക്കൻഡ് ജനറേഷൻ കിട്ടി. അപ്പോൾ ആ സെയിം ക്രോസ് നേരത്തെ പറഞ്ഞ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ ക്രോസിൻ്റെ സ്റ്റെപ്സ് തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫൈനലി കിട്ടിയ F2 ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പന്നറ്റ് സ്ക്വയർ വരച്ചു. F2-ലുണ്ടായ ഗ്യാമെറ്റ്സ് നമ്മൾ ഒരു പാരന്റിൽ നിന്നുണ്ടായ ഗ്യാമെറ്റ്സ് ഇവിടെ എഴുതി. സെൽഫ് പോളിനേഷൻ ആയതുകൊണ്ട് ആ സെയിം ഗ്യാമെറ്റ്സ് തന്നെയായിരിക്കും ഈ സൈഡിലും എഴുതേണ്ടത്. അപ്പോൾ ഇത് സ്ക്വയർ വരച്ച് ഗ്യാമെറ്റ്സ് ഇങ്ങനെ എഴുതി. ഇപ്പോൾ രണ്ട് ഗ്യാമെറ്റ്സ് ഇവിടെ എഴുതി. രണ്ട് ഗ്യാമെറ്റ്സ് ആണ് ഒരു പാരന്റിൽ നിന്ന് വന്നത്. അപ്പോൾ രണ്ട് കോളം. മറ്റേ പാരന്റിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാമെറ്റ്സ് ഈ സൈഡിലാണ് എഴുതുക. അത് രണ്ടെണ്ണം തന്നെയാണ്. അപ്പോൾ ഇവിടെ എഴുതിയതും സെയിം ആണ്, കാരണം അത് സെൽഫ് പോളിനേഷൻ ആയതുകൊണ്ട്. ഇവിടെ കാണാം ക്യാപിറ്റൽ ടി സ്മോൾ ടി മേറ്റിംഗ്, അതായത് ക്രോസിങ്. സെൽഫ് പോളിനേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി. രണ്ട് പാരൻസും സെയിം ആയതുകൊണ്ട് നമ്മൾ ജീനോടൈപ്പ് സെയിം ആയിട്ട് എഴുതിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഇതേ ക്രോസ് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അത് തന്നെ വീണ്ടും എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്ക്വയർ തന്നെയാണ് അതിൻ്റെ കാണിച്ചിരിക്കുന്ന റിസൾട്ട്. അതായത് നമ്മൾ F2 ആണ് കേട്ടോ. സെൽഫ് പോളിനേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ജനറേഷൻ. ആ പ്രോജനീസിൻ്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും ആണ് ഈ 4 കള്ളികളിൽ എഴുതിയിരിക്കുന്നത്. മൊത്തം ഈ സ്ക്വയർ വരയ്ക്കാൻ തന്നെയാണ് പന്നറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാമറ്റിക് ഫ്യൂഷൻ ഇതേപോലെ ലൈൻ വരച്ച് കാണിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഗ്യാമെറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്യാമെറ്റ്സും ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന പ്രോജനിയുടെ ജീനോടൈപ്പും ഫീനോടൈപ്പും. ഈ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് അല്ലീൽസിൻ്റെയും ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന ജീനോടൈപ്പ്, പ്രോജനിയുടെ ജീനോടൈപ്പും ഫീനോടൈപ്പും. ഈ രണ്ട് അല്ലീൽസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഈ രണ്ട് അല്ലീൽസിൻ്റെയും ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്ന പ്രോജനിയുടെ ജീനോടൈപ്പും ഫീനോടൈപ്പും. ഈ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ ലൈൻ വരച്ച് ഇങ്ങനെ ഗ്യാമെറ്റ്സിൻ്റെ ഫ്യൂഷൻ കാണിക്കുന്നതിന് നല്ല വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നതാണ്. ഗ്യാമറ്റിക് ഫ്യൂഷൻ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്യാമെറ്റ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ സാധാരണ പന്നറ്റ് സ്ക്വയർ വരച്ചിട്ടാണ് ഇതേപോലെ ഗ്യാമറ്റിക് ഫ്യൂഷൻ കാണിക്കുക. അപ്പോൾ ഈ സെയിം ടേബിൾ തന്നെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ ഈ കാണുന്നത്. ഇനി ആ F2 ആണ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. F2 എന്നാണ് വിളിക്കുക. സെക്കൻഡ് ജനറേഷനിലുണ്ടായ പ്രോജനികളുടെ ഫീനോടൈപ്സും ജീനോടൈപ്സും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് മെൻഡൽ രണ്ട് റേഷ്യോസ് കണ്ടുപിടിച്ചത്. മോണോഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോയും മോണോഹൈബ്രിഡ് ജീനോടിപ്പിക് റേഷ്യോയും അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ കാണാം, സ്ക്രീനിൽ കാണാം, മുകളിൽ തന്നിരിക്കുന്നത് ഫീനോടിപ്പിക് റേഷ്യോ. ഫീനോടൈപ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ടോള്, ഡ്വാർഫ്, അങ്ങനെ വിസിബിൾ ക്യാരക്ടേഴ്സ് പറയുന്നതിനെയാണ്, ഉയരക്കൂടുതൽ ഉയരക്കുറവ് അങ്ങനത്തെ വിസിബിൾ ഫീച്ചേഴ്സ് പറയുന്നതിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന F2 ജനറേഷൻ, അതായത് സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ പ്രോജനീസിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും വെച്ചിട്ടാണ് ഈ റേഷ്യോസ് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത്.
ഇപ്പോൾ F1 വെച്ചിട്ടല്ല, F2-ലുണ്ടായ പ്രോജനീസിൻ്റെ ഫിനോടൈപ്സും ജീനോടൈപ്സും വെച്ചിട്ടാണ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത് മെൻഡൽ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന്, ഈ ക്രോസിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഫൈനൽ മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് 3:1. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് ചോദിക്കുമ്പോൾ 3:1 എന്ന് തന്നെ എഴുതണം. അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീനോടൈപ്സിൻ്റെ എണ്ണം എടുക്കാം. മാക്സിമം ഈ ടേബിളിൽ നോക്കുമ്പോൾ ആകെ ആ ജനറേഷനിൽ 2 വെറൈറ്റി ഫീനോടൈപ്സേ ഉള്ളൂ, ടോളും ഡ്വാർഫും. അപ്പോൾ എത്ര വെറൈറ്റി ഫിനോടൈപ്സ് ഉണ്ടോ അത് ഓരോന്നും എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ കാണാം 1, 2, 3 ടോളും ഡ്വാർഫ്. ഉയരം കുറഞ്ഞ ഒരു ചെടി മാത്രമേ F2-ൽ ഉണ്ടാവുന്നുള്ളൂ സെക്കൻഡ് ജനറേഷനിൽ ആഫ്റ്റർ സെൽഫ് പോളിനേഷൻ. അപ്പോൾ കിട്ടിയ റിസൾട്ടിൽ എത്ര വെറൈറ്റി ഇങ്ങനത്തെ ഉണ്ടെന്ന് നോക്കാം. അത് 3 എണ്ണം, അപ്പോൾ 3 എന്ന് എഴുതി. പിന്നെ വരുന്നൊരു ഫിനോടൈപ്പ് ഡ്വാർഫാണ്. അത് മൊത്തത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെയാണ് 3 ടോള് 1 ഡ്വാർഫ്. അങ്ങനെയാണ് 3:1 എന്ന് പറയുന്ന ഫിനോടൈപ്പിക് റേഷ്യോ കിട്ടിയത്. അടിയിൽ തന്നിരിക്കുന്നത് ഇതേ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട്, F2-നെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ജീനോട്ടിപ്പിക് റേഷ്യോ ആണ്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം 1:2:1. അതെങ്ങനെ 1ഉം 2ഉം 1 ഒക്കെ ഇവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അറിയാലോ, ഇങ്ങനെ എഴുതുന്നതാണ് ജീനോടൈപ്സ് എന്ന് പറയുന്നത്. ഈ ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 1. ഹെട്രോസൈഗസ് കണ്ടീഷൻ, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുന്ന കണ്ടീഷൻ എത്ര പ്രോജനീസ് അങ്ങനത്തെ വന്നിട്ടുണ്ടെന്ന് നോക്കുക. 2 എണ്ണം, 2. പിന്നെ ബാക്കിയുള്ള ഒരു ജീനോടൈപ്പ് ഹോമോസൈഗസ് റെസസീവ് ആണ്. അത് നോക്കുമ്പോൾ ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ F2 ജനറേഷനിൽ സെക്കൻഡ് ജനറേഷൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ഈ ജീനോടൈപ്പ് ഒരെണ്ണം, ഇങ്ങനത്തെ ജീനോടൈപ്പ് 2 എണ്ണം, ഈ ജീനോടൈപ്പ് ഒരു പ്രോജനിയിൽ. അങ്ങനെയാണ് 1:2:1. ഇങ്ങനെയാണ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ് മെൻഡലിൽ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:2:1. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എക്സാമിന് വരാറ് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് റേഷ്യോസ് വരുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരിക മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ മെൻഡലിന് കിട്ടിയത് 3:1. അപ്പോൾ നിങ്ങൾ ജെനറ്റിക്സിലെ പ്രോബ്ലംസ് ഇതുപോലെ സ്റ്റെപ്പ് എഴുതി ചെയ്യുമ്പോൾ ഫൈനലി ഈ റിസൾട്ട് വെച്ചിട്ട് ഈ 2 റേഷ്യോസും കൂടെ കാൽക്കുലേറ്റ് ചെയ്താലാണ് ആ പ്രോബ്ലം ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഇതേപോലെ ചെടിയുടെ ഉയരം, പൂവിൻ്റെ കളറ്, ഇപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് പഠിച്ചതുപോലെ ബാക്കി 6 കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ്സിനെ വെച്ചിട്ടും സെയിം സ്റ്റെപ്സ് അദ്ദേഹം ഫോളോ ചെയ്തു. ഇതിനോട് സിമിലർ ആയിട്ടുള്ള റേഷ്യോസും ഒബ്സർവേഷൻസും തന്നെയാണ് വേറെ ഏത് ക്യാരക്ടർ പയർ ചെടിയിൽ. ഇതിപ്പോൾ ഫ്ലവർ കളറാണ്, സീഡിൻ്റെ കളറ്, ഷേപ്പ്, അങ്ങനെ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇതാണ്. ഇതുപോലെ ബാക്കി 6 സെറ്റ് കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടേബിളിൽ തന്ന പോലെ 7 സെറ്റ് കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ്സ് വെച്ചിട്ടാണ് മെൻഡൽ ഒബ്സർവ് ചെയ്തത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് പ്ലാന്റിൻ്റെ ഹൈറ്റ്, ഇൻഹെറിറ്റൻസ് ആണ്. ഇതേപോലെ ഫ്ലവർ കളറ്, സീഡിൻ്റെ കളറ്, അങ്ങനെയുള്ള ബാക്കി 6 സെറ്റ് കോൺട്രാസ്റ്റിംഗ് ട്രീറ്റ്സും എങ്ങനെയാണ് ഗാർഡൻ പീ പ്ലാന്റ്സിൽ ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പഠിച്ചു. അതിന് കിട്ടിയ റിസൾട്ടാണ്. സിമിലർ ഒബ്സർവേഷൻസും സിമിലർ റേഷ്യോസൊക്കെ അദ്ദേഹത്തിന് കിട്ടി. ഈ ടേബിൾ പഠിക്കാനുള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ എല്ലാ ക്യാരക്ടേഴ്സും വെച്ച് ഇതേ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സെയിം ഒബ്സർവേഷൻസ് കിട്ടിയെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. പാരൻസിൽ നിന്ന് പ്രോജനിയിലേക്ക്, അതായത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടാൻ കാരണം ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്ങിലേക്ക്, അതായത് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് സെക്ഷൽ റിപ്രൊഡക്ഷനിലൂടെ. അപ്പോൾ ഈ ഫാക്ടേഴ്സ് വഴിയാണ് ഉയരം, ഫ്ലവർ കളർ, അങ്ങനെയുള്ള ഓരോ ക്യാരക്ടേഴ്സും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ജീൻ എന്നുള്ള വാക്കൊന്നും അന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു.
ഇപ്പോൾ ഫാക്ടേഴ്സ് എന്നുള്ള ടേമാണ് മെൻഡൽ അതിനു വേണ്ടി പ്രപ്പോസ് ചെയ്തത്. ഫാക്ടേഴ്സ് വഴി പാരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്ങിലേക്ക് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനാണ്. അപ്പോൾ പണ്ട് അദ്ദേഹം ക്യാരക്ടേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന കാരണമായിട്ടുള്ള ആ മെറ്റീരിയലിനെ ഫാക്ടർ എന്നാണ് വിശേഷിപ്പിച്ചത്. പിൽക്കാലത്ത് വേറെ സയൻറ്റിസ്റ്റുകളാണ് ആ ഫാക്ടർ എന്നുള്ള ടേം മാറ്റിയിട്ട് അതിന് ജീൻ എന്നുള്ള പേര് കൊടുത്തത്. അപ്പോൾ മെൻഡലിന് ജീൻ എന്നുള്ള പേര് അറിയില്ലായിരുന്നു. മെൻഡേലിയൻ ഫാക്ടേഴ്സ് എന്നറിയപ്പെടുന്ന സംഭവം ജീന് തന്നെയാണ്. അപ്പോൾ മെൻഡൽ ജീൻ എന്നതിന് പകരം പ്രപ്പോസ് ചെയ്തൊരു വാക്കാണ് ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് ആണ് പാരൻസിൽ നിന്നും യങ് വൺസിലേക്ക് ക്യാരക്ടേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി. അപ്പോൾ കുറേ വർഷങ്ങൾ കണ്ടിന്യൂസ് എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയിട്ടാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹം എത്തിയത്. ഇതിൽ പറയുന്നത് F1 സെൽഫ് പോളിനേഷൻ നടത്തി നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത്. F2 മൊത്തം ഉണ്ടായിട്ടുള്ള ഗ്യാമറ്റ്സിൽ F1 സെൽഫ് പോളിനേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്യാമറ്റ്സിൽ 50% ഗ്യാമറ്റ്സ് ക്യാപിറ്റൽ ടി ഉള്ളതും ബാക്കി 50% ഗ്യാമറ്റ്സ് സ്മോൾ ടി ഉള്ളതുമാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ആയാലും എഗ്സ്, അതായത് ഫീമെയിൽ ഗ്യാമറ്റ് ആയാലും ശരി, മൊത്തം ഉണ്ടായ ഗ്യാമറ്റ്സിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അതിൽ 50% ഗ്യാമറ്റ്സ് ക്യാപിറ്റൽ ടി ഉള്ളതും ബാക്കി 50% ഗ്യാമറ്റ്സ് റെസസീവ് അല്ലീൽ സ്മോൾ ടി ഉള്ളതുമായിരുന്നു. ഇപ്പോൾ ക്യാപിറ്റൽ ടി നമ്മുടെ ഡോമിനൻ്റ് അല്ലീലും സ്മോൾ ടി നമ്മുടെ റെസസീവ് അല്ലീലുമാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് 1:2:1 എന്നുള്ള ആ ജീനോട്ടിപ്പിക് റേഷ്യോയിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. AX+BY² എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ രൂപത്തിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാണ്. അതായത് മൊത്തം ഉണ്ടായ ഗ്യാമറ്റ്സിൽ സെൽഫ് പോളിനേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഉണ്ടായ ഗ്യാമറ്റ്സിൽ 50% ഗ്യാമറ്റ്സ് ക്യാപിറ്റൽ ടി ഉള്ളതും റിമൈനിങ് 50% ഗ്യാമറ്റ്സ് സ്മോൾ ടി റെസസീവ് അല്ലീലുള്ളതുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഹാഫ് ടി ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് സ്മോൾ ടി ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മളതിനെ മാറ്റി എഴുതി. അതിൻ്റെ എക്സ്പാൻഷനാണ് പിന്നെ വരുന്നത്. ഈ എക്സ്പ്രഷൻ്റെ എക്സ്പാൻഷൻ AX+BY². അപ്പോൾ AX+BY × AX+BY അത് ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച സെയിം റേഷ്യോ തന്നെ കിട്ടുന്നുണ്ട്. 1:2:1. അപ്പോൾ ഇവിടെ ആ ഗ്യാമറ്റ്സ് മൊത്തം ഉണ്ടായ ഗ്യാമറ്റ്സ് 50% ഈ ടൈപ്പും ബാക്കി 50% ഈ ടൈപ്പും ആണ്. ആ ഒരു പോയിന്റിനെ ഈ ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതി അതിൻ്റെ എക്സ്പാൻഷൻ ചെയ്ത് വരുമ്പോൾ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ 1:2:1 എന്നുള്ള ഒരു പ്രൊപ്പോർഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ പാർട്ട് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇതിന് മുൻപ് തൊട്ട് മുൻപ് നമ്മൾ പഠിച്ച ആ കാൽക്കുലേഷൻ പഠിച്ചാലും മതി. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ്. നിങ്ങൾ ആ പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് F2 കിട്ടി. F2 നിന്ന് ഡയറക്റ്റ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് എണ്ണിയിട്ട് ഈ രണ്ട് റേഷ്യോസും കണ്ടുപിടിക്കുക. ഇത്രയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ജെനറ്റിക്സിൻ്റെ ആ പ്രോബ്ലം ചെയ്യാൻ പറയുമ്പോൾ. ഈ സെയിം പ്രോബ്ലം ആയാലും ഇപ്പോൾ വേറെ ക്യാരക്ടർ വെച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പറഞ്ഞാലും ഈ റേഷ്യോസ് കണ്ടുപിടിക്കുക. അത് F2 ജനറേഷനെ വെച്ചിട്ട് ഫിനോടൈപ്സ് ഓരോന്ന് എത്ര ടൈപ്പ് ഉണ്ട്, ജീനോടൈപ്സ് ഓരോന്ന് എത്ര വെറൈറ്റി ഉണ്ടെന്ന് എണ്ണിയിട്ട് ഇതുപോലെ എടുത്ത് എഴുതിയാൽ മതി.
ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു കാൽക്കുലേഷൻ പാർട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്തേക്ക്. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മെൻഡലിൻ്റെ ലോസ് ആണ്. മെൻഡൽ കണ്ടുപിടിച്ച ഈ പറഞ്ഞ മോണോഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റേഷൻ ഇതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച 3 ലോസ്, അതിൽ 2 മോണോഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റുകളെ ബേസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചതായിരുന്നു. മെൻഡലിൻ്റെ ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അതിൽ മെയിൻ പോയിന്റ്സ് വരുന്നത് 3 പോയിന്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫാക്ടർ എഴുതിയിരിക്കുന്നത് മെൻഡലിൻ്റെ ഭാഷയിൽ ജീനിനും അയാൾ വിളിച്ചിരുന്ന പേര് ഫാക്ടേഴ്സ് എന്നായിരുന്നു. മെൻഡൽ കൊടുത്ത അതേ ടേമാണ് ഫാക്ടർ എന്നുള്ളത്. അപ്പം നമ്മളതിനെ വിളിക്കുന്നത് ജീൻ എന്നാണ്. മെൻഡേലിയൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് ജീനുകളെ തന്നെയാണ്. മെൻഡൽ കൊടുത്ത വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം മോണോഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റേഷൻ വഴി എത്തിയ കുറച്ച് കൺക്ലൂഷൻസ് ആണ് ഈ പറയുന്നത്. അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഈച്ച് ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. അപ്പോൾ 2 ഫാക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഓരോ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫാക്ടർ എന്ന് വായിക്കുമ്പോൾ നിങ്ങളത് ജീൻ എന്ന് മനസ്സിൽ പറയാം. ഫാക്ടേഴ്സ് ഒക്കേഴ്സ് ഇൻ പെയേഴ്സ്. അപ്പോൾ 2 ജീനുകളുടെ അല്ലെങ്കിൽ 2 അല്ലീൽസിൻ്റെ അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സിൻ്റെ ഒരു പെയറാണ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് പെയർഡായിരിക്കും. അതായത് 2 ജീനുകൾ അല്ലെങ്കിൽ 2 അല്ലീൽസ് അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സ്, മെൻഡലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ലോ ആണ്, മെൻഡലിൻ്റെ ലോ ഓഫ് ഡോമിനൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അതിലെ തേർഡ് പോയിന്റ് പറയുന്നത് ഇത് ഹോമോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷനാണ്. അപ്പോൾ ഉണ്ടാകുന്ന അതിനകത്ത് വരുന്ന പെയറിൽ വരുന്ന 2 ഗ്യാമെറ്റ്സും 2 അല്ലീൽസും ഡോമിനൻ്റ് വെറൈറ്റി ആയിരിക്കും. ഈ കണ്ടീഷനെ നമ്മൾ ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷൻ എന്നാണ് വിളിക്കുക. ഇത് രണ്ടിലും അങ്ങനെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന ജീനിലെ 2 അല്ലീൽസ് അല്ലെങ്കിൽ 2 ഫാക്ടേഴ്സും സിമിലർ ടൈപ്പ് ആയിരിക്കും, റിസസീവ് ടൈപ്പ് ആയിരിക്കും. ഇത് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അല്ലീൽസ് ആണ് വരുന്നത്. ഒന്ന് ഈ കാണുന്ന പോലെ ഡോമിനൻ്റ് അല്ലീലും ഒന്ന് റിസസീവ് അല്ലീലും. അപ്പോൾ ഈ തേർഡ് പോയിന്റിൽ പറയുന്നത് ഈ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഹെട്രോസൈഗസ് കണ്ടീഷനെയാണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ തേർഡ് പോയിന്റ് ഒരു മെമ്പർ മറ്റേ മെമ്പറിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ ഡിസിമിലർ അല്ലീൽസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഒരുമിച്ച് ഒരു ജീനിൽ വരുന്ന സമയത്ത് ഒരു അല്ലീല് മറ്റേ അല്ലീലിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അതായത് ക്യാപിറ്റൽ ടി ഡോമിനേറ്റ്സ് ഓവർ റിസസീവ് അല്ലീൽ. ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ ഡോമിനൻ്റ് അല്ലീലും അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന അവിടെ അനങ്ങാതിരിക്കുന്ന ആളാണ് റിസസീവ് അല്ലീലും. ഡോമിനൻ്റ് അല്ലീൽ റിസസീവ് അല്ലീല് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു അല്ലീല് അല്ലെങ്കിൽ ഒരു ഫാക്ടർ മറ്റേ ഫാക്ടറിൻ്റെ മീതെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും എപ്പോഴും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് അല്ലീലും സ്മോൾ ടി അതിൻ്റെ റിസസീവ് അല്ലീലുമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ്. ഇനി സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ സ്ക്രീനിൽ കാണുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സെഗ്രിഗേഷൻ എന്താണെന്ന് മുന്നേ പറഞ്ഞിരുന്നു. ആ എക്സ്പെരിമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പാരൻസിൽ ഇങ്ങനെ പെയറായിട്ടാണ് നിൽക്കുക. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പെയറായിരിക്കാം, ചില ചെടികളിൽ ഇങ്ങനത്തെ ഒരു പെയറായിരിക്കാം, വേറെ ചില ചെടികളിൽ ഹെട്രോസൈഗസ് പെയറായിരിക്കാം വരുന്നത് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് സിമിലർ അല്ലീൽസ് ഇവിടെയും സിമിലറാണ്, ഡിസിമിലറാണ്. അപ്പോൾ ഈ 3 വെറൈറ്റി ജീനോടൈപ്സും നമ്മൾ ആ എക്സ്പെരിമെൻറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു. F1 കിട്ടിയത് മുഴുവൻ ഇങ്ങനത്തെ ആയിരുന്നു. F2 ഈ 3 കോമ്പിനേഷനും വന്നിരുന്നു. അപ്പോൾ ഈ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ പരസ്പരം സെപ്പറേറ്റ് ചെയ്യാന്നർത്ഥം. പാരൻസിൽ ഇങ്ങനെ നിൽക്കുന്ന ജീനോടൈപ്സ് അല്ലെങ്കിൽ അല്ലീലിക് പെയറുകൾ അല്ലെങ്കിൽ പെയർ ഓഫ് ഫാക്ടേഴ്സ് പാരൻസിൽ ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് ഗ്യാമറ്റോജനസിൻ്റെ സമയത്ത്
പരസ്പരം ഈ അല്ലീൽസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് രണ്ടും അത് ഈ പറയുന്ന 3 കേസിലും അതെ പരസ്പരം വേർപിരിയും. അതിനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എന്നിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അവർ ഓരോ ഗ്യാമറ്റിൻ്റെ ഉള്ളിലേക്കും പോകുന്നത്. ഒരിക്കലും ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 അല്ലീൽസ് ഒരുമിച്ച് ഒരു ഗ്യാമറ്റിലേക്ക് പോവില്ല. ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ പാരൻസിൽ പെയർഡ് ആയിട്ടായിരിക്കും നിൽക്കുക. ദേ സെഗ്രിഗേറ്റ് ഫ്രം ഈച്ച് അതർ ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ. ഗ്യാമറ്റോജനസിൻ്റെ സമയത്ത് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലീൽസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഈ കാണിച്ചിരിക്കുന്നത് സെഗ്രിഗേറ്റ് ഫ്രം ഈച്ച് അതർ. എന്നിട്ട് ഒറ്റയ്ക്ക് ഓരോ ഗ്യാമറ്റിൻ്റെ ഉള്ളിലേക്കും പോകും. ഗ്യാമറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്, ഗ്യാമറ്റിനെ കാണിക്കാനാണ് ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന അല്ലീൽസ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന 2 അല്ലീൽസ്, അത് ഒരുപോലത്തെ അല്ലീൽസ് ആയാലും വ്യത്യസ്ത അല്ലീൽസ് ആയാലും സിമിലർ അല്ലീൽസ് ആയാലും ഒരുമിച്ച് ഒരിക്കലും ഒരു ഗ്യാമറ്റിലേക്ക് പോവില്ല. ഡ്യൂറിങ് ഗ്യാമറ്റ് ഫോർമേഷൻ ദ സെഗ്രിഗേറ്റ്സ്. ആ സെഗ്രിഗേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒറ്റയ്ക്കാണ് ഓരോ ഗ്യാമറ്റിലേക്കും പോകുന്നത്. ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ആ ഡെഫിനിഷൻ ഇതേ സെൻറ്റൻസിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഗ്യാമറ്റ് ഫോർമേഷൻ്റെ സമയത്ത് സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അല്ലീലിക് പെയർ സെഗ്രിഗേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഗ്യാമറ്റിലേക്കും പോകുന്നു. ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ച ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. അത് തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ വെച്ചത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക.